പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ഇനി മുതൽ ചാനൽ നമ്പർ 10-ലായിരിക്കും ലഭ്യമാകുക. പ്രേക്ഷകർ സദയം സഹകരിച്ചാലും. എടാ നിന്നോടാ ചോദിച്ച നീ അവളുടെ എന്ത് ഫ്രണ്ടാണ്? എന്താ ഏട്ടാന്ന് നിനക്കൊന്നും അറിയാത്ത പോലെ. എടാ അവനോട് സുഖമില്ലാണ്ടിരിക്കണല്ലേ, ഇനി അധികം നാളില്ല അവള് ഡെലിവറി ചെയ്യാൻ വേണ്ടി. നിനക്ക് ഇടക്ക് വന്നൊന്ന് അന്വേഷിച്ചൂടെ? അതോ ഇനി അത്ര പോലും സമയം നിനക്ക് ഇല്ലേ? സമയമൊക്കെ ഉണ്ട്. ഞാനിവിടെ ഒന്ന് വെറുതെ പ്രശ്നം ഉണ്ടാന്ന് വെച്ചിട്ടാ. എന്ത് പ്രശ്നം? എടാ ഞാനല്ലേ നിന്നെ ഇങ്ങോട്ട് വിളിച്ചത്. പിന്നെ പ്രശ്നം അത് സംശയത്തിന്റെ പുറത്തുണ്ടായതല്ലേ. ആരുടെ സംശയം? എന്റെ സംശയം, പിന്നെ രണ്ട് അപ്പുറത്തുള്ള ആളുടെ സംശയം. എന്താടാ നിനക്കിനി എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം, ആവുനെ കാണാം, അതിനൊന്നും ഒരു പ്രശ്നമില്ല. പിന്നെ ഞാൻ നിന്നോടൊരു നന്ദി പറയണം. എന്തിനെന്ന് ചോദിച്ചാ, ഞാൻ ആവണിയായിട്ട് സംസാരിക്കാതിരുന്ന സമയത്ത് ആവണി ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയതും ഒക്കെ നീയല്ലേ. ഒരുപാട് നന്ദിയുണ്ടാ. നീ അകത്തോട്ടല്ലേ, അവളെ പോയി കാണാം. അപ്പൂപ്പ, അച്ഛൻ കുറെ തെറ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം അമ്മയോട് ഏറ്റു പറഞ്ഞ് മാപ്പും ചോദിച്ചു. ഇനി അമ്മ ക്ഷമിച്ചാ മതി. അമ്മ അച്ഛനോട് ക്ഷമിച്ചാ ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും തീരും, അതെനിക്ക് ഉറപ്പാ. മോഹനല്ല അവനുടെ ജോലി കളഞ്ഞെന്ന് മോഹൻ പറഞ്ഞ അറിവല്ലേ മോളെ നമുക്കുള്ളൂ. മോഹനേട്ടന് മാത്രമല്ല അച്ഛാ, കിഷോറേട്ടനും അതറിയാം. പക്ഷെ കിഷോറേട്ടൻ പറയുന്നത് മായമ്മ തന്നെ നേരിട്ട് പറയുന്ന. ആവണിയുടെ ജോലി മായ കളഞ്ഞിട്ടാണോ ആവണിയോട് ഇത്ര സ്നേഹം കാണിക്കുന്നത്? അതാണ് എനിക്കും മനസ്സിലാവാത്തത്. പക്ഷെ മോഹനേട്ടൻ പറഞ്ഞ പല കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോ മോഹനേട്ടൻ അല്ല ചെയ്തെന്ന് എനിക്ക് തോന്നേ. അപ്പൂപ്പ അന്ന് അമ്മയുടെ അടുത്ത് പോയി സംസാരിക്കോ? അല്ല മോള്, നിന്റെ അച്ഛനെന്ത് പറ്റി? എല്ലാരും കൂടി എടുത്തിട്ട് പെരുമാറിയാ? അച്ഛനെന്ത് പറ്റി? അല്ല, ഞാൻ വന്നപ്പോ തന്നെ ചോദിക്കുവാണേ, എന്റെ കൂട്ടുകാരിയുടെ വയ്യാണ്ട് കിടക്കുമല്ലേ, ഇടയ്ക്കിടന്ന് വന്ന് കണ്ടൂടെ എന്നൊക്കെ. അത് മോഹനേട്ടൻ പറഞ്ഞ സത്യല്ലേ, ഇടയ്ക്കൊക്കെ ഒന്ന് അന്വേഷിച്ചൂടെ? ഞാനിവിടെ വന്നിട്ട് വെറുതെ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ടെന്ന് വെച്ചിട്ടല്ല ഞാൻ ഇങ്ങോട്ട് വരാത്തത്. പിന്നെ മോഹനേട്ടൻ എന്നോട് ക്ഷമയൊക്കെ പറഞ്ഞു. സത്യത്തിലൂടെ പ്രശ്നം ഉണ്ടായിട്ട് വിളിച്ചിരുത്തിയതല്ല, പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർക്കാൻ വേണ്ടി വിളിച്ചിരുത്തിയതെന്നാ എനിക്ക് തോന്നുന്നത്. അതെ, ഇത് കേട്ട സരസ്വതിക്ക് സന്തോഷമാവും. അല്ല, ആവണി എന്ത് പറയുന്നു? അമ്മ അമ്പിനും വില്ലിനും അടിക്കുന്നില്ല. അമ്മ പറയുന്നത് അമ്മയ്ക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റില്ലെന്നാ. അച്ഛാ, നമുക്ക് അവളോടൊന്ന് സംസാരിച്ചാലോ? ഞങ്ങളെല്ലാരും ഒരു വട്ടം സംസാരിച്ചതാ, ഇനി നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചു നോക്ക്. അപ്പം പറഞ്ഞ അമ്മ തള്ളിക്കളയില്ല, അതെനിക്ക് ഉറപ്പാ. എനിക്കും അങ്ങനെയാ തോന്നുന്നേ. അച്ഛനൊന്ന് സംസാരിച്ചു നോക്ക്. എല്ലാ പ്രശ്നവും തീർന്ന് അവൾക്ക് സന്തോഷം നിറഞ്ഞ ജീവിതം കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ സംസാരിക്കാം. അച്ഛനെപ്പോ വന്നു? കുറച്ചേരേ. എന്തേലും വിശേഷം ഉണ്ടോ അതോ വെറുതെ വന്നതാണോ? ഇല്ല, മോഹനം വിളിച്ചിട്ട് വന്നതാ. ആ, ഇവിടുത്തെ പ്രശ്നമെല്ലാം തീർന്നായിരിക്കും അല്ലേ? ഇവിടെ വന്നേരെ ഭയങ്കര ടെൻഷനായിരുന്നു, ഇപ്പൊ എല്ലാം മാറി. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ വളരെ സന്തോഷം. എനിക്ക് സന്തോഷാണ് അച്ഛാ. പക്ഷേ ചെറിയൊരു സംശയം, മോഹനേട്ടന് ഈ കാണിക്കുന്ന സ്നേഹമൊക്കെ സത്യമാണോന്ന്? എന്താ അഞ്ചു അങ്ങനെ പറയണേ? അല്ല, മോഹനേട്ടൻ ഏട്ടത്തെ അത്രയും ദ്രോഹിച്ചിട്ടുണ്ടേ. മോഹനേട്ടനല്ല ഏട്ടത്തിയുടെ ജോലി കളഞ്ഞെന്ന് പറഞ്ഞാലോ എനിക്ക് ഉറപ്പാച്ചാ ഏട്ടൻ തന്നെ ഏട്ടത്തിയുടെ ജോലി കളഞ്ഞത്. ഈ എന്നെ തന്നെ ഏട്ടത്തിക്കെതിരെ പറഞ്ഞു തിരിച്ചത് മോഹനേട്ടനാ. അല്ലെങ്കിൽ ഏട്ടത്തി ഞാനായിട്ട് എന്ത് പ്രശ്നമുള്ളത്? ഒരു പ്രശ്നവുമില്ല. ഇന്ന് രാവിലെ ഞാനും ഏട്ടത്തിയും കൂടി അതിനെപ്പറ്റി സംസാരിച്ചതേ ഉള്ളൂ. പിന്നെ അച്ഛാ, ഈ മോഹനേട്ടൻ എനിക്ക് നല്ലപോലെ അറിയാവുന്നോണ്ട് പറയാ,
ഏട്ടൻ ഈ കാണിക്കുന്ന സ്നേഹമൊക്കെ സത്യമൊന്നും അല്ല. എനിക്കറിയാവുന്നതൊക്കെ ഞാൻ അച്ഛനോട് പറഞ്ഞെന്നേ ഉള്ളൂ. കേട്ടോ അച്ഛാ? അല്ല, ഞാൻ കാരണം ഏട്ടത്തിക്ക് ഒരു ദോഷം വരരുതല്ലോ. പാവം എന്തെല്ലാം അനുഭവിച്ചതാ. എന്നാ ഞാൻ പോട്ടെ അച്ഛാ. എന്താ അച്ഛാ? ഞാൻ വെറുതെ അച്ഛനെ സുഖവിവരം ചോദിക്കാൻ നിന്നതാ. എന്നിട്ട് അന്വേഷിച്ച കഴിഞ്ഞാ? ആ, എന്നാ പോയിക്കോ. എന്താ അച്ഛാ അച്ഛൻ്റെ മോൻ വല്ലാണ്ടിരിക്കുന്നേ? മോഹനെ നമുക്ക് വിശ്വസിക്കാമോ മോളെ? ആ, ഇപ്പൊ എനിക്ക് മനസ്സിലായി അഞ്ജു ചേച്ചി എന്ത് വിശേഷ ചോദിച്ചേന്ന്. അവർക്കുള്ള ഞാൻ കൊടുത്തോളാം. അപ്പൊ അച്ഛൻ ചെന്ന് ചേച്ചിയോട് സംസാരിക്കും. ആ, ത്രിവേണ്ട അച്ഛനാണല്ലേ? അതെ. നമസ്കാരം അച്ഛാ. മോൻ മായാവതിന്റെ കിഷോറിന്റെ മോനല്ലേ? ആ അതെ. ആ, മോനെ ചെറുപ്പത്തിൽ കണ്ടതാ. വളർന്നങ്ങ് വലുതായി പോയിട്ടോ. പിന്നെ ഡോക്ടറാണ്. ഓ, അച്ഛൻ വന്നേ. അതെന്ത് ത്രിവേണി, അച്ഛനെ പരിചയപ്പെടുത്തി കൊടുക്കന്നെ. എന്നെ ഞാൻ തന്നെ പരിചയപ്പെടുത്തിയ പോരെ മോനെ. ആ മതി അച്ഛാ. എൻ്റെ പേര് ശിവദാസൻ, കൃഷിക്കാരനാ. നന്നായിട്ട് ഉഴുതുമറിക്കാൻ അറിയാം. മോന് വേറെ സംശയം ഉണ്ടോ? ഇല്ല അച്ഛാ. അപ്പൊ അച്ഛാ കണ്ടതിൽ സന്തോഷം. ഞാൻ എന്നാ ചെല്ലട്ടെ. വേണി, ഇവനെ ഒന്ന് സൂക്ഷിച്ചോട്ടോ. അവനെ സൂക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല അച്ഛാ. ആ മായം ഒന്ന് ഇരുത്തി നോക്കിയാൽ നിൽക്കുന്നിടത്ത് മുള്ളു. അച്ഛൻ ചെല്ലും. അച്ഛൻ വെറുതെ വന്നതമ്മ, ഇവിടെ ഒരു പ്രശ്നവുമില്ല. എന്നാ പിന്നെ അമ്മയ്ക്ക് നേരിട്ട് അച്ഛനോട് ചോദിച്ചുകൂടായിരുന്നോ? പിന്നല്ലാതെ ആ അമ്മ എന്നെ വിളിച്ചു ചോദിച്ചു നോക്ക്, ഇവിടെ ഒരു പ്രശ്നവും ഇല്ല. എന്നിട്ട് സംശയം തീർന്നില്ല, അമ്മ എന്ന് ഇങ്ങോട്ട് വാ, അപ്പൊ അറിയാലോ. ആ ഒരു മിനിറ്റേ അച്ഛാ, ഈ സംശയം തീർത്തു കൊടുത്തേ. ഹലോ, എടി ഇവിടെ ഒരു പ്രശ്നമില്ല. നീ നിന്റെ കാര്യം നോക്കി പോയേ, എല്ലാം ഞാൻ അവിടെ വന്നിട്ട് പറയാം. ഇതും പറഞ്ഞ് കുറെ തവണയായി വിളിക്കുന്നു. അതാ ഞാൻ അച്ഛൻ്റെ കയ്യിൽ തന്നെ തന്നത്. അവളോട് ഞാൻ അവിടെ ചെന്നിട്ട് പറഞ്ഞോളാം. ഞാൻ ഇപ്പോൾ വന്നത് വേറെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. എന്താ അച്ഛാ? മോളോട് മോൻ ഒരുപാട് കാര്യം ചെയ്തിട്ടുണ്ട്, അതുപോലെ എന്നോടും ചെയ്തിട്ടുണ്ട്. നിന്നോട് ഞാൻ എല്ലാം ഉപേക്ഷിച്ച് വീട്ടിലൊന്ന് നിൽക്കാൻ പറഞ്ഞതാ, പക്ഷെ നീ അത് കേട്ടില്ല. ഇപ്പം മോനെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളെ ബോധ്യപ്പെടുത്താൻ ചെയ്യുന്നതായിട്ട് തോന്നണില്ല. അങ്ങേര് വെറുതെ പ്രശ്നം കാണിക്കുന്നതല്ല അച്ഛാ. മോക്ക് അത്രയും വിശ്വാസമാണെങ്കിൽ ഒരവസരം കൂടി കൊടുത്തൂടെ? ഇപ്പം മക്കളും ത്രിവേണിയും ഞാനും നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. അച്ഛനറിയാലോ, അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹം നടപ്പിലാക്കാൻ വേണ്ടി ഗവൺമെന്റ് ജോലിക്കാരി ആയോളാണ് ഞാൻ. അതിനുവേണ്ടി ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടുകളെല്ലാം അച്ഛനും അറിയാം. പക്ഷെ ഇപ്പോൾ ഞാനൊരു സസ്പെൻഷനിലിരിക്കുന്ന ഗവൺമെന്റ് സ്റ്റാഫാണ്. അത് അങ്ങേര് കാരണമല്ലേ? പക്ഷെ മോളെ, അങ്ങേരല്ല എന്ന് എല്ലാവരും പറയുന്നുണ്ട്, അങ്ങേരും അത് പറയുന്നുണ്ട്. എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടത് അങ്ങനല്ല എന്ന് അങ്ങേര് തെളിയിക്കട്ടെ. എന്നിട്ട് ഞാൻ ക്ഷമിച്ചാൽ പോരെ അച്ഛാ? അല്ലാതെ വീണ്ടും ക്ഷമിച്ച് വിഡ്ഢിയാവണോ ഞാൻ? അതിനുവേണ്ടി അച്ഛൻ എന്നെ നിർബന്ധിക്കരുത് പ്ലീസ്. മോളെ അച്ഛൻ നിർബന്ധിക്കില്ല. നമുക്ക് 100% ബോധ്യപ്പെട്ട മാത്രം മോൾ ക്ഷമിച്ചാൽ മതി. ഇപ്പം മോഹൻ കുഞ്ഞിൻ്റെ കാര്യം നോക്കണ്ടെന്ന് ത്രിവേണി പറഞ്ഞു. നോക്കട്ടെ അച്ഛാ, അതിനൊന്നും ഞാൻ തടസ്സം പറയുന്നില്ല. അങ്ങേര് നിരപരാധിയാണെന്ന് തെളിയിക്കട്ടെ, അപ്പം ഞാൻ ക്ഷമിക്കാം. ശരി മോളെ, എന്തിനും അച്ഛൻ നിന്റെ കൂടെ ഉണ്ട്. എന്തായാലും നീ ഇവിടെ സന്തോഷത്തോടെ ഇരിക്കുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ ആശ്വാസമായി. എന്നാൽ അച്ഛൻ ഇറങ്ങട്ടെ, ഒരു ദിവസം അച്ഛൻ അമ്മയായിട്ട് വരാം. ഞാനും വരാൻ താഴേക്ക് അച്ഛാ. വേണ്ട മോളെ, മോള് റെസ്റ്റ് എടുത്തോ, അച്ഛൻ വിളിക്കാം.
അച്ഛാ എന്തായി? ചേച്ചി എന്താ പറഞ്ഞേ? മോഹന, നീ ആളിക്ക് ഒരു സമയം കൂടി കൊടുക്കണം. എത്ര സമയം വേണമെങ്കിലും എടുത്തോട്ടെ അച്ഛാ, കുഴപ്പമില്ല, ഞാൻ കാത്തിരിക്കും. ആവണിയുടെ ജോലി കളഞ്ഞത് നീയാണെന്ന് അറിഞ്ഞപ്പോൾ നിന്നെ തല്ലിയോനെ ഞാൻ. പക്ഷേ ഇവിടെ എല്ലാവരും പറയുന്നു നീ നിരപരാധിയാണെന്ന്. നീ നിന്റെ നിരപരാധിത്വം തെളിയിക്കണം മോഹന. ഞാൻ നിരപരാധിയാണ് അച്ഛാ. അത് നീ തെളിയിച്ചാ ആവണി എല്ലാം മറന്ന് നിന്നെ സ്നേഹിക്കും. എന്നോട് ആവണി പറഞ്ഞതാ. അമ്പിളി, എന്നാ നമുക്ക് ഇറങ്ങാം. ഓക്കെ, ഇറങ്ങാം അച്ഛാ. അച്ഛാ, അമ്മയായിട്ട് ഒരു ദിവസം ഇങ്ങോട്ട് വരണം. വരാം. ഇതൊക്കെ അറിയുമ്പോൾ അവൾക്ക് സന്തോഷമായിരിക്കും. അമ്പിളി, നീയും ഇടക്ക് വരണം. ആവണി എന്തെങ്കിലും ഹെൽപ്പ് ചോദിച്ചാൽ നിങ്ങൾ ചെയ്തു കൊടുത്തേക്കണം. ശരി ചേട്ടാ. നമുക്ക് എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം. മക്കളെ പോയിട്ട് വരട്ടെ. മോന വാ അമ്പിളി. ശരി. എന്തു അച്ഛാ? അച്ഛൻ പറഞ്ഞിട്ട് പോയതായിട്ടില്ലേ, എന്റെ നിരപരാധിത്വം തെളിയിച്ച ആവണി എന്റെ കൂടെ നിൽക്കുന്നു. അവൾ എന്നോട് ക്ഷമിച്ച് എന്റെ കൂടെ ജീവിക്കുന്നു. എന്താ ത്രിവേണി? നിങ്ങൾക്ക് എത്ര കിട്ടിയാലും മതിയാവില്ല അല്ലേ? എന്തു പറ്റി? അതിനിപ്പോ ഞാനൊന്നും ചെയ്തില്ലല്ലോ. നിങ്ങൾ എന്റെ അച്ഛനോട് എന്താ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ല, സുഖാണോന്ന് ചോദിച്ചതാ. നിങ്ങൾ എന്റെ ചേച്ചിനെ പറ്റിയോ മോഹനേട്ടനെ പറ്റിയോ എന്തോ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. അത് അച്ഛന്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. എന്താ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ല ത്രിവേണി മോളെ. നിങ്ങളുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചിട്ടൊന്നും കാര്യമല്ല. ഇവിടെ മൂക്കടിച്ച് പരത്തട്ടെ പരത്തട്ടെ. ദേവു, ദേവു, എന്താ അമ്മ ആദ്യമായിട്ടാണെന്നോര്? നിന്നെ ദയവായിട്ടാ മോളെ ഇങ്ങോട്ട് എത്തിച്ചത്. ത്രിവേണി, കൊച്ചിന്റെ മുമ്പിൽ വെച്ച് എന്തെങ്കിലും ചെയ്താലേ അത് നാണക്കേടാ. എന്നെ പറ്റി ആലോചിക്കണ്ട, ദേ കൊച്ചിനെ പറ്റി ആലോചിക്ക്. അത് അവളെ നല്ലപോലെ ബാധിക്കും. നാണോന്ന് പറഞ്ഞ സാധനം അടുത്തു കൂടെ പോയിട്ടില്ലല്ലോ. കഷ്ടം. വാ ദേവു, നമുക്ക് പോവാം. നിങ്ങൾ എന്താ സംസാരിച്ചേ? എന്നെ പറ്റിയാണോ? ദേവു, നീ നിന്റെ അമ്മയെ വിളിച്ചോണ്ടോ? ആ നല്ലത്. വാ മോളെ. ത്രിവേണി എങ്ങോട്ട് പോകുന്നു? ഞാൻ ചേച്ചിയുടെ ചെക്കപ്പിനോണ്. എന്റെ ത്രിവേണി, നിനക്ക് വല്ല ബോധമുണ്ടോ? ഞാനല്ല ആവണിയുടെ കൂടെ പോവാന്ന് പറഞ്ഞേ. എന്നോട് ചേച്ചി കൂടെ വരാൻ പറഞ്ഞു. ചേച്ചി അങ്ങനെ പറഞ്ഞാൽ നിനക്ക് എന്തെങ്കിലും പറഞ്ഞു ഒഴിയായിരുന്നില്ലേ? നീ നൈസായിട്ട് എന്തെങ്കിലും പറഞ്ഞു ഒഴിയേ. പോകുമ്പോ ഞാനും അവിടെ മാത്രം പാടുള്ളൂ. ഇറങ്ങാടി. നിങ്ങളും വരുന്നുണ്ടോ? ആ, 17-ാം തീയതി ചെക്കപ്പ് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ നേരത്തെ ഓഫീസിൽ വിളിച്ച് ലീവ് പറഞ്ഞായിരുന്നു. എനിക്കും കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ അറിയണ്ടേ. എന്നാ ഇറങ്ങാം. ചേച്ചി, മോഹനേട്ടനുള്ള സ്ഥിതിക്ക് ഞാൻ വരണം നിർബന്ധമുണ്ടോ? നീ എൻ്റെ കൂടെ വരുന്നുണ്ടല്ലോ. എന്നാ പിന്നെ ഇങ്ങനെ ഓഫീസിൽ പൊക്കോട്ടെ. വെറുതെ ലീവ് എടുക്കുന്ന എന്തിനാ? അവള് വന്നോളൂ. അല്ല, അത് വേണ്ട, എനിക്ക് എന്റെ കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ അറിയണ്ടേ. ആണോ? ആ, എന്നാ മിണ്ടാതെ എൻ്റെ കൂടെ വാ. ഓ, അല്ല, ത്രിവേണിക്ക് എന്തോ വയ്യായതുണ്ട് തോന്നണം അല്ലേ? മുഖം നോക്കി വളരെ ഇരിപ്പുണ്ട്. എന്തു വയ്യായിക? ഉണ്ടോ? ഉണ്ട്, എന്തോ ഉണ്ട്. ഇനി ഉണ്ടെങ്കിൽ തന്നെ ആശുപത്രിയിലോട്ടല്ലേ പോന്നേ? അവിടെ കാണിക്കാലോ. അല്ല, ഇത് റെസ്റ്റ് എടുത്താൽ ശരിയാവും തോന്നല്ലേ? അതെ, വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ രണ്ടുപേരും വരണ്ട. ഞാൻ വല്ല ഓട്ടോയും പിടിച്ച് പൊക്കോളൂ. അയ്യോ, നമ്മളെന്തിനാണ് ഓട്ടോ പോണ? സ്വന്തമായിട്ട് കാറുള്ളപ്പാ. അതും ഗർഭിണി. എന്റെ കുഞ്ഞിന്റെ ആരോഗ്യം. അല്ല, കുഞ്ഞമ്മ എങ്ങോട്ട് പോവാ? ഞാൻ ചെക്കപ്പിന് പോകുന്നു. ചെക്കപ്പോ? അപ്പന്റെ പ്രൊജക്റ്റോ? ഏത് പ്രൊജക്റ്റ്? അമ്മ, നാളെ സ്കൂളിൽ സബ്മിറ്റ് ചെയ്ത ഒരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു. അത് ഈ കുഞ്ഞമ്മ ചെയ്തു തരാന്ന് പറഞ്ഞതാ. നാളെ ലാസ്റ്റ് ഡേറ്റ്.
എന്നാ ഞാൻ പോയിട്ട് വന്നിട്ട് ചെയ്താ പോരെ? അതൊന്നും നടക്കത്തില്ല, പോയിട്ട് വരാൻ ലേറ്റ് ആവും. അല്ല, അച്ഛൻ എങ്ങോട്ട് പോവാ? അച്ഛൻ എങ്ങോട്ടോ പോ, അമ്മയും കൂടെ ഒന്ന് ഡ്രോപ്പ് ചെയ്തേക്ക് പോകുന്ന വഴിക്ക്. എന്നിട്ട് അച്ഛൻ അമ്മയുടെ അടുത്ത് നിൽക്കുന്നെങ്കിൽ നിൽക്കാം, അല്ലെങ്കിൽ പോരാം. പക്ഷെ അമ്മയും കൊണ്ടേ വരാൻ പറ്റത്തുള്ളൂ. അത്യാവശ്യമായി പോയമ്മ, നാളെ സബ്മിറ്റ് ചെയ്യണം, അതുകൊണ്ടാ. എന്നാ നീ ഒരു കാര്യം ചെയ്, അവളുടെ കൂടെ ഒന്ന് അവളെ ഹെൽപ്പ് ചെയ്യും. ഞങ്ങൾ പോയിട്ട് വരാം, ഇനി നിന്ന് ലേറ്റ് ആവും. ശരി ചേച്ചി. ഞാൻ പോയിട്ട് വരാം. ശരി. നീ ഏത് പ്രൊജക്ടിന്റെ കാര്യം പറഞ്ഞേ? അവര് രണ്ടുപേരും സമാധാനത്തോടെ പോട്ടെ, അതായിരുന്നു എന്റെ പ്രൊജക്റ്റ്. എങ്ങനെയുണ്ട്? കൊള്ളാം. ദൈവമേ, രാവിലെ തന്നെ മനസ്സ് പഠിപ്പിക്കുന്ന കാഴ്ചയാണല്ലോ. എന്തായി? പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങളൊക്കെ നടന്നോ? പ്ലാനോ? ഞാനോ? എനിക്കറിയായിരുന്നു ത്രിവേണി വരാതിരിക്കാൻ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ഒപ്പിച്ചു വെക്കുമെന്ന്. മാളൂര് പ്രൊജക്ട്. മാളുവിന്റെ പ്രൊജക്റ്റോ? പിന്നെ എന്തിനാ അവള് മേലെ നിന്ന് കൈകൊണ്ട് കാണിച്ചത്? കൈകൊണ്ട് കാണിച്ചായിരുന്നാ? വേഷം കെട്ടെടുക്കണ്ട, ഞാൻ കണ്ടായിരുന്നു. വണ്ടി എടുക്ക്. ഇത് രണ്ടും കൂടി ഒന്നിച്ചാ പിന്നെ എന്റെ ജീവിതം. എന്റെ ഈശ്വരാ, എനിക്ക് ആലോചിക്കാനേ വയ്യ. അതിന്റെ കൂടെ അവരുടെ അനിയത്തി ത്രിവേണി, എല്ലാം കൂടി എന്റെ പുക കണ്ടേ അടങ്ങുന്നാ തോന്നുന്നേ. ഈ ത്രിവേണിയെ ഞാൻ എങ്ങനെ ഒതുക്കും? എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് കൂട്ടിയാ കൂടുന്നു തോന്നുന്നില്ല. മോനെ അർജുന, നിങ്ങളുടെ വന്നേ. എന്താ ചേച്ചി? മോനെ, കിഷോറേട്ടനും മായമ്മക്കൊക്കെ സുഖാണോ? സുഖാണല്ലോ. അല്ല മോനെ, നീ മായമ്മയും കിഷോറേട്ടനും ഉള്ളപ്പോ തന്നെ ത്രിവേണിയുടെ പുറകെ ആയിരുന്നല്ലോ, ഇപ്പൊ പോകുന്നില്ലേ? എന്ത് പറയാനാ ചേച്ചി, അവളെപ്പ എന്നെ കണ്ടാലും അവളുടെയാ. നീ ഇങ്ങോട്ട് അടുത്തോട്ട് നിന്നേ. എന്താ ചേച്ചി? എടാ, ഈ പെൺപിള്ളേർക്കേ ആണുങ്ങൾ പുറകെ നടക്കുന്നത് ഇഷ്ടാടാ. നീ എത്ര നാൾ പുറകെ നടക്കും? ഇനി മൈൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ കളഞ്ഞിട്ട് പോകുന്നൊക്കെ അറിയണ്ടേ? ചുമ്മാ അങ്ങ് ഇഷ്ടപ്പെടാൻ പറ്റുമോ? ത്രിവേണി ചിലപ്പോ നിന്നെ പരീക്ഷിക്കുന്നതാണെങ്കിലോ? അങ്ങനെയൊക്കെ ഉണ്ടല്ലേ? ആടാ, ഇത് ചേച്ചിക്ക് എങ്ങനെ അറിയാ? പ്രകാശേട്ടൻ എത്ര നാൾ എന്റെ പിറകെ നടന്നതാ. അല്ല, ഞാൻ നടത്തിച്ചു എന്ന് വേണം പറയാൻ. അല്ല, ഞാനൊരു ഡൗട്ട് വെക്കട്ടെ. ചേച്ചിയല്ലേ ഞാൻ ത്രിവേണിന്റെ പിന്നാലെ പോകുമ്പോ എന്നെ വാൺ ചെയ്തത് അവളുടെ പിന്നാലെ നടക്കരുതെന്ന് പറഞ്ഞ്? അത് മാത്രല്ല, ചേച്ചി പപ്പയുടെ അടുത്തും മമ്മയുടെ അടുത്തും പോയി പറഞ്ഞും കൂടി കൊടുത്തില്ലേ? അതൊക്കെ ഞാൻ അറിഞ്ഞു. ഏയ്, അത് ഞാനൊന്നുമല്ല. അല്ലേ? പിന്നെ ഇപ്പൊ എന്തിനാ സപ്പോർട്ട് ചെയ്യുന്നേ? അത് പിന്നെ സത്യസന്ധമായി സ്നേഹിക്കുന്നവരുടെ കൂടെ ഞാൻ നിൽക്കടാ. നിന്റെ സ്നേഹം സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി. ചേച്ചിക്കെങ്കിലും അത് മനസ്സിലായല്ലോ. ആ, എനിക്ക് മനസ്സിലായി. നീ പോയി അവള് വളക്കടാ. ഇപ്പോഴാണെങ്കിൽ നിന്റെ പപ്പയും അമ്മയും ഇവിടെ ഇല്ല, മോഹിനേട്ടനും ഏട്ടത്തിയും ഇല്ല. ഇതല്ലടാ പറ്റിയ സമയം. നീ ചെല്ലേ. ആണല്ലേ? താങ്ക്സ് ചേച്ചി. താങ്ക്സ് ഒന്നും വേണ്ടടാ, നിന്റെ നേരെ നടക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. ശരി ചേച്ചി, പോട്ടെ. നീ ചെല്ലടാ അർജുന. നീ അവളുടെ പുറകെ പോകുന്നതും നീ അവളോട് സംസാരിക്കുന്നതും അവള് നിന്നോട് സംസാരിക്കുന്നതും ഒക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് മായമ്മയ്ക്ക് അയച്ചു കൊടുക്കും. അവളെ ഞാൻ ഇവിടുന്ന് കെട്ടുകെട്ടിക്കും. ആമാ, ഇന്ന് മോഹനേട്ടനും ചേച്ചി ഒരുമിച്ച ചെക്കപ്പിന് പോയത്. ഞാൻ ചുമ്മാ പറഞ്ഞതല്ല, അവരിന്ന് ഒന്നിച്ചാ പോയത്. അമ്മയോട് അച്ഛനൊന്നും പറഞ്ഞില്ലേ? അച്ഛൻ വെറുതെ പറഞ്ഞല്ല അമ്മ, സത്യാണ്. പിന്നെ ഞാൻ എന്തിനാ അമ്മ ഇവിടെ നിൽക്കുന്നത്? അവരൊന്നിപ്പിക്കാൻ വേണ്ടിയല്ലേ? എനിക്ക് ഉറപ്പാ അവരെന്തായാലും ഒന്നിക്കും. രണ്ട് വഴിക്കായിരുന്ന രണ്ടുപേരും ഇന്ന് ഒരുമിച്ചാ കാറിൽ പോയത്. അതെന്റെ മിടുക്കാം. പിന്നെ ഇനി ഞാൻ ചിലപ്പോ ചേച്ചിയുടെ പ്രസവം കഴിഞ്ഞിട്ടേ വരുള്ളൂ കേട്ടോ അമ്മ. ആ പിന്നെ ഞാൻ വിളിച്ച കാര്യം അച്ഛനോട് പറയണേ.
ചേച്ചിയെ നോക്കാൻ ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. പിന്നെന്താ, അമ്മ അച്ഛന്റെ കാര്യം നോക്ക്. ശരി അമ്മ, ഓക്കെ. ഹായ് ത്രിവേണി. ഒരു ഹായ് പറഞ്ഞ തിരിച്ചിങ്ങോട്ടൊരു ഹായ് പറയാനുള്ള മര്യാദ ഒന്നും ഇല്ല അല്ലേ? ഞാൻ ഇത്രയും നാളും എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് തനിക്ക് എന്റെ പുറമെടുക്കാൻ ഒരു ഉളുപ്പില്ലേ? ഇതോടെ നിന്റെ അവസാനം അടി. നിനക്കെന്റെ മൂക്കിടിച്ച് പൊട്ടിക്കണം അല്ലേ? നീ കണ്ട മോളെ, നിന്റെ മൂക്ക് മായം മേടിച്ച് പൊട്ടിക്കും. ഇതോടെ മായമ്മയും ആവണിയും രണ്ടും രണ്ട് വഴിക്കാവും. ത്രിവേണിക്കൊരു കാര്യം അറിയോ? ഈ ആൺകുട്ടികളെ പെൺപിള്ളേർ അവോയ്ഡ് ചെയ്യണത് എന്തിനാണെന്നറിയോ? അവരെത്രമാത്രം സഹിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഒരു പെൺകുട്ടി വേണ്ട വേണ്ട എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മുന്നിൽ വന്ന് നാണം കിടന്നതിനാന്ന് എനിക്ക് മനസ്സിലാവാത്തെ. ചേച്ചിയുടെ ഒപ്പം കാലത്ത് ചെക്കപ്പിന് പോകാൻ ഇറങ്ങിയതല്ലേ ത്രിവേണി? എന്നിട്ട് എന്താ തിരിച്ചു കയറുമെന്ന് എനിക്ക് മനസ്സിലായി. എന്നെ കാണാതിരിക്കാൻ പറ്റാത്തോണ്ടല്ലേ? അമ്മ ഇവിടെ എന്തോ ചെയ്യുന്നത്? ഫോണിൽ എന്തോ റെക്കോർഡ് ചെയ്യുന്ന തോന്നേ. എടോ, എനിക്ക് തന്നെ ഇഷ്ടമില്ല. ഇത് ഇത്രയും പറഞ്ഞിട്ടും പിന്നെ താൻ എന്തിനാ എന്റെ പുറകെ നടക്കുന്നേ? എനിക്കറിയാൻ ത്രിവേണിക്ക് എന്നെ ഇഷ്ടമാണ്. മാറങ്ങോട്ട്. ത്രിവേണി നിക്ക്, ഞാനൊന്ന് പറയട്ടെ. എനിക്കൊന്നും കേക്കണ്ട. ഞാനൊന്ന് പറയട്ടെ ത്രിവേണി. എനിക്കൊന്നും കേക്കണ്ടെന്നല്ലേ പറഞ്ഞേ? ദേവു, ഇനിയിപ്പൊ നിന്റെ അമ്മ ആരെ ഷൂട്ട് ചെയ്യുന്ന അന്വേഷിച്ചു നടക്കണ്ട. ദേ, ഇവരെ തന്നെയാ. എന്ത്? നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചിരുന്ന് സംസാരിച്ചാ? ഒന്നിച്ചിരുന്ന് സംസാരിച്ചില്ല. പിന്നെ എന്റെ പുറകെ കടന്ന് ശല്യം ചെയ്യാ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അതൊക്കെ റെക്കോർഡ് ചെയ്യുന്ന മായമ്മയ്ക്ക് അയച്ചു കൊടുത്താ എങ്ങനെ ഇരിക്കും? എന്റെ പൊന്നുമക്കളെ ചതിക്കല്ലേ? നീ അത് റെക്കോർഡ് ചെയ്യോ മായമ്മക്ക് അയച്ചു കൊടുക്കോ എന്താന്ന് വെച്ചാൽ ചെയ്യും. ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, എനിക്കിതാ ഞാൻ അയച്ചു കൊടുക്കാം. അതോടുകൂടി ഇവന്റെ ശല്യം തീരുമല്ലോ. ഇതിലേ അർജുനനെ തള്ളി മാറ്റുന്നത് മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് മായമ്മക്ക് അയച്ചു കൊടുക്കാം. എന്നിട്ടൊരു കഥയുണ്ടാക്കാം. അതോടുകൂടി അവളുടെ കാര്യം തീരുമാനമാവും.